ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് 19 പുതിയ ടിപ്സാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതിലേറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഷൂ ലേസിൻ്റെ അറ്റഭാഗം ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ അറ്റത്തുള്ള ആ സാധനം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഷൂ ലേസ് ഈ ഹോളിലൂടെ ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് ഇതെങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കാം. ഈ ഷൂ ലേസിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡ് ഭാഗം ഒന്ന് വെട്ടിക്കളയുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു സെല്ലോ ടാപ്പിൻ്റെ പീസ് എടുക്കാം. ഈ സെല്ലോ ടാപ്പിൻ്റെ പീസ് ഈ കേട് വന്ന ഷൂ ലേസിൻ്റെ അറ്റഭാഗത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ഇത് മുഴുവനായും ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റത്തുള്ള എക്സ്ട്രാ നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ ഷൂ ലേസ് ഇനി നാശാവില്ല. അതുപോലെ തന്നെ ഈ ഹോളിലൂടെയൊക്കെ ഇടണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇടാനായിട്ടും പറ്റും. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന ഷൂവോ ചെരുപ്പോ ഒക്കെ പൊടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇതിനെ ഒരു കവറിലാക്കി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ സോക്സിനുള്ളിലായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ പഴയ സോക്സിനുള്ളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ ഇതിൽ പൊടിയൊന്നും ആവില്ല. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലെ 3 ക്യാൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഇങ്ങനെ ഇതിലുള്ള ഓരോന്നിൻ്റെയും സ്റ്റിക്കർ നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത് കളയണം. ഇനി ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ ക്യാനിൻ്റെ ഈ ഏറ്റവും താഴ്ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഈ 3 ക്യാനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. താഴ്ഭാഗത്തുള്ള ഈ 2 ക്യാനിനുള്ളിലും നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഏറ്റവും മുകളിൽ വെച്ച ഈ ചെറിയ പീസ് നമുക്ക് അടപ്പായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് കുട്ടികളുടെ ഫാൻസി ഐറ്റംസോ ഒക്കെ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ ക്രയോൺസ്, പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. നമ്മുടെ ആവശ്യാനുസരണം പല പല ആവശ്യങ്ങൾക്കായി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കുറേ വീടുകളിലൊക്കെ ഉള്ള പ്രശ്നമാണ് വാഷ് ബേസിനിലേക്ക് കുട്ടികൾക്ക് കൈ എത്തില്ല എന്നുള്ളത്. സ്റ്റെപ്പിംഗ് സ്റ്റൂളൊക്കെ ഉപയോഗിക്കും, എന്നാലും വലിയ വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൈ എത്തണം എന്നില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്കിതുപോലെ ഒരു ബോട്ടിൽ മാത്രം മതി. ഈ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ ടാപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുട്ടികൾക്ക് ഈസി ആയിട്ട് കൈയെത്തും. ചെറിയ ടാപ്പും വലിയ വാഷ് ബേസിനും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഇതേപോലെയുള്ള 2 ബോട്ടിൽ ക്യാപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ ഈ ഒരു സൈഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്നും ഞാനിപ്പോൾ ഈ വരച്ച് കൊടുത്ത പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്യാത്ത അടപ്പിനുള്ളിലേക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ചുമരിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പൂണും കയ്യിലും ഒക്കെ തൂക്കിയിടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതേപോലെ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കേബിളുകളൊക്കെ ഇതിലിങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അയൺ ബോക്സിൻ്റെ വയർ നമുക്ക് നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു ഷർട്ടിൻ്റെ കയ്യിൻ്റെ താഴ്ഭാഗം മാത്രം മതി. ഇനി നമുക്ക് ഇതേപോലെ ഈ കേബിൾ നല്ലപോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഭാഗം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. ഇതേപോലെയുള്ള വയർ ഹാങ്ങർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ഹാങ്ങർ ഇങ്ങനെ വലിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊളുത്തിയിട്ടതിന് ശേഷം അതിൽ നമ്മുടെ ബാഗുകളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. നമുക്ക് ഇതേപോലെയുള്ള ഹുക്കുകൾ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ റോൾസൊക്കെ നല്ല രീതിയിൽ ഹാങ് ചെയ്തിടാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഹുക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പർ റോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത ഹുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഒക്കെ ഇങ്ങനെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചുമരിലൊക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വളയും മോതിരമൊക്കെ വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ് പറയുന്നത്. ഇതിനായിട്ട് നമ്മുടെ വള കൊള്ളുന്ന ഒരു ഗ്ലാസ്സോ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലൂടെ ഇതുപോലെ വള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇനി അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഉള്ളതിനേക്കാളും നല്ലോണം വളവ് നിവർന്നിട്ടുണ്ടാവും. സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ പൊട്ടുന്ന ഗ്ലാസ്സോ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഈ മോതിരം ഞാൻ നിവർത്തിയെടുക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു ചീപ്പാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മോതിരവും നിവർത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതേ വലിപ്പത്തിലുള്ള മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതേപോലെയുള്ള ഹുക്കുകളിൽ നമുക്ക് ബ്രഷൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികളുടെ ബ്രഷുകളോ അല്ലെങ്കിൽ നമ്മുടെ വലിയവരുടെ ബ്രഷുകളൊക്കെ ഈ രീതിയിൽ ഹാങ് ചെയ്തിടാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ചീപ്പുകൾ എങ്ങനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇതേപോലെയുള്ള വെൽക്രോ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുന്ന ടാപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, അല്ലാത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഈ ചീപ്പുകളുടെ ഓരോ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാ ചീപ്പിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഹാർഡായിട്ടുള്ള ഈ ഭാഗം ഒന്നെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ കബേർഡിൻ്റെ ഡോറിൻ്റെ ഉൾ സൈഡിലോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കുട്ടികളുടെ ചീപ്പൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഡോറിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കബേർഡിൻ്റെ ഡോറാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലിങ്ങനെ നമുക്ക് ചീപ്പുകൾ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ വെച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ സ്ലിപ്പേഴ്സിൻ്റെയൊക്കെ ഈ വാറ് ഇങ്ങനെ ഇളകി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ഇടാം എന്നുള്ളതാണ്. ഇതിനായിട്ട് എന്തെങ്കിലും ഒരു ക്ലോത്തിൻ്റെ പീസ് മതി. ഈ പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചിട്ട് ഈ ഹോളിനുള്ളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വാറിൻ്റെ അറ്റം ഇങ്ങനെ ഈ ക്ലോത്തിനുള്ളിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് താഴെ നിന്നും നല്ലോണം ഒന്ന് വലിക്കാം. ഇപ്പോൾ നമ്മുടെ ഈ സ്ലിപ്പർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം, എന്നാലും അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് പറയുന്നത് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ഷാർപ്പനറുകൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഷാർപ്പനറിൽ നമ്മൾ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ അടപ്പിൽ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഷാർപ്പനർ അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ കുപ്പി ഇങ്ങനെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പെൻസിൽ വേസ്റ്റൊക്കെ ഈ കുപ്പിയിൽ തന്നെ കളക്ട് ആയിക്കോളും. അപ്പോൾ പുറത്തോട്ടൊന്നും ആവില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ ഷാർപ്പനറുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാവും. അതേപോലെ തന്നെ വേസ്റ്റ് ഒന്നും പുറത്തേക്കുമാവില്ല. സൂചികൾ നമുക്ക് നല്ല സേഫായിട്ട് എങ്ങനെ എടുത്തു വെക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു പെന്നാണ്. അപ്പോൾ ഈ പെന്നിലുള്ള ഈ ട്യൂബൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് സൂചികൾ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതേപോലെ ടോപ്പ് ഇട്ട് വെച്ചാൽ മതി. നമുക്ക് സൂചികൾ ആവശ്യമുള്ളപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെയുള്ള നൂലുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ആകെ വൃത്തികേടായി കിടക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നല്ല വൃത്തിയായിട്ട് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ നൂലിൻ്റെ ഈ മുകൾ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചെറിയ ഈ കട്ടിലേക്ക് ഈ നൂലിൻ്റെ അറ്റഭാഗം ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തത് കൊണ്ട് നമുക്ക് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് പറയുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ പ്ലീറ്റുകളൊക്കെ ഇട്ട് കൊടുക്കേണ്ട സമയത്ത് തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ പ്ലീറ്റുകൾ എടുത്തിട്ട് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിരിക്കും സ്റ്റിച്ചിങ്. അടുത്തതായിട്ട് പറയുന്നത് ഒരു പില്ലോ കവറും ഹാങ്ങറും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട്. ഈ പില്ലോ കവറിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഒന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ പഴയ പില്ലോ കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോൾ ഇട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് വിടിയിപ്പിച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഹാങ്ങറിൽ നമ്മുടെ ബ്ലാങ്കറ്റുകളോ പുതപ്പുകളോ ഒക്കെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് വെച്ച സാധനത്തിൽ പൊടിയൊന്നും ആവില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. എന്ത് ഡ്രസ്സുകളും നിങ്ങൾക്ക് പൊടിയൊക്കെ ആവാണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ടേപ്പുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. നമ്മുടെ കയ്യിലുള്ള സെറാമിക് പാത്രങ്ങളോ കപ്പുകളോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളോ കപ്പുകളോ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചെറിയ ചെറിയ ചില്ലുകൾ എല്ലാ ഭാഗത്തും ആവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ടൊക്കെ വാരിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ചൂല് കൊണ്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പീസസ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ സ്റ്റിക്കറുകൾ കയ്യിൽ നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചില്ലുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലും ആവില്ല. അതേപോലെ തന്നെ വളരെ ചെറിയ ചില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിൽ കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് പറയുന്നതും ഈ നൂലിൻ്റെ അറ്റഭാഗം നല്ല വൃത്തിയായിട്ട് വെക്കാനുള്ള ഒരു ടിപ്പാണ്. അതിനായിട്ട് ഞാൻ ഈ നൂലിൻ്റെ അകത്തുള്ള ഈ ചെറിയ കാർഡ്ബോർഡ് റോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ നൂലെടുത്തിട്ട് അതിൻ്റെ ഈ അറ്റഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഈ കാർഡ്ബോർഡ് റോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് എത്ര വലിയ നൂലിൻ്റെ റോളാണെന്നുണ്ടെങ്കിലും ഈ കാർഡ്ബോർഡ് റോൾ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ടിപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും ഉപകാരപ്രദമായി തോന്നിയതും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്, താങ്ക് യു.